കാല് പിടിക്കുമ്പോൾ കുട്ടിക്ക് ഒരു വേദന പോലെ കളിച്ചപ്പോൾ ഓള് ശ്രദ്ധിച്ച് അപ്പോഴാണ് കാണുന്നത് കാലിന്റെ അടിയിൽ അങ്ങനെ കല്ലിച്ചത്, ബ്ലഡ് കല്ലിച്ചത്. അപ്പൊ പട്ടിക കഷ്ണം അടിച്ചിട്ട് പട്ടിക കഷ്ണം മുറിഞ്ഞിട്ടും അമ്മാശ് വിട്ടിട്ടില്ല, പിന്നെയും അടിച്ചിട്ട്. നമസ്കാരം. കോഴിക്കോട് നാഥാപുരത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ പട്ടിക കൊണ്ട് കാലിനടിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. കോഴിക്കോട് വേവം LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളാണ് ഇത്തരത്തിൽ അധ്യാപകൻ തങ്ങളുടെ മകനെ പട്ടിക കൊണ്ട് കാലിനടിച്ച് പരിക്കേൽപ്പിച്ചതായി വളയം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വേവം LP സ്കൂളിലെ അധ്യാപകനായ ജംഷീറിനെതിരായിക്കൊണ്ടാണ് ഇത്തരത്തിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ പോലീസിലും ചൈൽഡ് ലൈനിലും അടക്കം പരാതി നൽകിയിരിക്കുന്നത്. കുട്ടി പറയുന്നത് പിന്നെ ഞങ്ങള് തമാശക്ക് കളിക്കുമ്പോൾ മാഷ് കണ്ടിട്ട് വന്നിട്ട് ഇതിനെ കൊണ്ട് പട്ടിക കൊണ്ട് അടിച്ചതാണ്. അവിടെ എന്താ കൊടികുത്തി എന്തോ പട്ടികയുണ്ട് അവിടെ. അന്ന് എന്തോ പരിപാടി നടന്നിട്ട്, ഇപ്പം ഫുട്ബോളിന്റെ എന്തോ പരിപാടി ഇല്ലേ ബേല സ്കൂൾ നടത്തുന്നത്, അതിന്റെ കൊടികുത്തിയ വടി കൊണ്ടാണ് അടിച്ചത്, പട്ടിക കഷ്ണം കൊണ്ട്. അപ്പൊ പട്ടിക കഷ്ണം അടിച്ചിട്ട് പട്ടിക കഷ്ണം മുറിഞ്ഞിട്ടും അമ്മാശ് വിട്ടിട്ടില്ല, പിന്നെയും അടിച്ചിട്ട്. ഇത് നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? നമ്മൾ അറിയുന്നത് ശനിയാഴ്ച. വ്യാഴാഴ്ച. കുട്ടി ഒന്നും പറഞ്ഞില്ല. അന്ന് വന്ന് അങ്ങനെ തന്നെ കിടന്നുറങ്ങി കുട്ടി. പിന്നെ ഇതൊന്നും പറഞ്ഞില്ല. അപ്പൊ രണ്ട് ദിവസം ആയിപ്പോയല്ലോ. അപ്പൊ പിറ്റേന്ന് കുളിപ്പിക്കുമ്പോണ് കാല് പിടിക്കുമ്പോൾ കുട്ടിക്ക് ഒരു വേദന പോലെ കളിച്ചപ്പോ ഓള് ശ്രദ്ധിച്ച് അപ്പോഴാണ് കാണുന്നത് കാലിന്റെ അടിയിൽ അങ്ങനെ കല്ലിച്ചത്, ബ്ലഡ് കല്ലിച്ചത്. സ്കൂളിൽ പോയി അന്വേഷിച്ചിരുന്നോ? സ്കൂളില് അതിന്റെ മാനേജ്മെന്റിനും കാര്യങ്ങളിലും എല്ലാം സമ്മതിച്ച് തെറ്റ് പറ്റിപ്പോയി. ഈ കഴിഞ്ഞ 19-ാം തീയതി, അതായത് വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അധ്യാപകനായ ജംഷീറിൽ നിന്നും ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. വിദ്യാർത്ഥി രക്ഷിതാക്കളോട് പറഞ്ഞതനുസരിച്ച് 19-ാം തീയതി കുട്ടികൾ തമ്മിൽ ചെറിയൊരു കശപിശയുണ്ടാകുന്നു. ഇതിൽ പ്രകോപിതനായ അധ്യാപകനായ ജംഷീർ അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടിക എടുത്ത് വിദ്യാർത്ഥിയുടെ കാലിൽ തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നുള്ളതാണ്. സ്കൂളിലെ ഫുട്ബോൾ ആഘോഷങ്ങളുടെ ഭാഗമായി കൊടികൾ നാട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പട്ടിക എടുത്തുകൊണ്ട് വന്നിട്ടാണ് അധ്യാപകൻ ഇത്തരത്തിൽ കുട്ടിയെ മർദ്ദിച്ചത് എന്നുള്ളതാണ് വിദ്യാർത്ഥി രക്ഷിതാക്കളോട് പറഞ്ഞിരിക്കുന്നത്. അടിയുടെ ആഘാതത്തിൽ ആ പട്ടിക ഒടിഞ്ഞതിന് ശേഷവും അധ്യാപകൻ മർദ്ദനം നിർത്തിയില്ല എന്നുള്ളതും കുട്ടി രക്ഷിതാക്കളോട് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ മർദ്ദനം നടക്കുന്ന വെള്ളിയാഴ്ചയാണെങ്കിലും അധ്യാപകനെ ഭയന്നിട്ടാവണം കുട്ടി ഇക്കാര്യം വീട്ടിൽ വന്ന് പറയുന്നില്ല. പിന്നീട് ശനിയാഴ്ച മകനെ കുളിപ്പിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കാലിൽ ഒരു വ്യത്യാസം കണ്ടതിനെ തുടർന്ന് രക്ഷിതാക്കൾ കുട്ടിയോട് കാര്യം തിരക്കുകയും മടിച്ചു മകൻ ഇത്തരത്തിൽ തനിക്ക് അധ്യാപകനിൽ നിന്ന് മർദ്ദനമേറ്റ കാര്യം രക്ഷിതാക്കളോട് പറയുകയും ചെയ്തത്. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ രക്ഷിതാക്കൾ ഉടൻ തന്നെ മകനെ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഈ മർദ്ദനത്തിന്റെ വിവരം ചൈൽഡ് ഹെൽപ്പ് ലൈനിലും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരെയും അറിയിക്കുകയുമായിരുന്നു. അതിനുശേഷം വളയം പോലീസിലും ഇത്തരത്തിൽ അധ്യാപകനെതിരായിക്കൊണ്ട് രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള ജംഷീറിനെതിരായിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തിനായാലും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക്, അതായത് കേവലം 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പട്ടിക കൊണ്ട് തന്നെ അടിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥി രക്ഷിതാക്കളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ ശരീരത്തിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പാടുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പട്ടിക വെച്ചാണോ അതോ വടി വെച്ചാണോ അടിച്ചത് എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥി രക്ഷിതാക്കളോട് പറഞ്ഞിരിക്കുന്നത് തന്നെ അവിടെ കൊടി നാട്ടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പട്ടിക വെച്ച് അധ്യാപകൻ മർദ്ദിച്ചു എന്നുള്ളതാണ്. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നതിനുള്ള അധികാരമൊക്കെ ഉണ്ട്, ശരിയാണ്, നേർവഴിക്ക് നയിക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഏൽപ്പിക്കുക, അത് ഇത്തരത്തിൽ വലിയ ഒരു പരിക്കുണ്ടാകുന്ന തരത്തിലേക്ക് മർദ്ദനം ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു തരത്തിലും ന്യായീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കൾ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് എന്തൊക്കെയായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.